എൻ്റെ പേര് ജേക്കബ് മാത്യു, എൻ്റെ വൈഫിൻ്റെ പേര് മേരി മാത്യു. ഞങ്ങൾ ന്യൂയോർക്കിനടുത്ത് വെസ്റ്റ് ഹാർട്ട്ഫോർഡ് സെൻറ്റ് തോമസ് മലബാർ ചർച്ചിലെ പാരിഷ് അംഗങ്ങളാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ന്യൂയോർക്കിനടുത്ത് താമസിക്കുകയാണ്. ഇത് എൻ്റെ വൈഫിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നവംബർ ഡിസംബർ സമയത്തോടു കൂടി എൻ്റെ വൈഫിനൊരു ബ്ലീഡിങ് ഉണ്ടായി. തൽക്കാലം ഞങ്ങൾ ഹോമിയോ മരുന്ന് കൊടുത്ത് 2-3 ആഴ്ച കൊണ്ട് തീർത്തും മാറി. പക്ഷേ എന്നാലും എനിക്ക് സംശയമുണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും സംശയമുണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കനഡിക്കറ്റിൻ്റെ ജോൺ ഡംസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇൻഷുറൻസുകാരുടെ പ്രശ്നം കാരണം ഇതിൻ്റെ റിസൾട്ട് വരാൻ സാധാരണ ഇതിൽ അമേരിക്കയിൽ ചിലപ്പോൾ 3-4 മാസം വരെ പിടിക്കും ശരിക്കുള്ള റിസൾട്ട് നമ്മുടെ കൈ കിട്ടണമെങ്കിൽ. ചുരുക്കത്തിൽ ഏപ്രിൽ ആദ്യമായപ്പം ഫൈനൽ റിസൾട്ട് കിട്ടി. റിസൾട്ടിലെ ക്യാൻസറിൻ്റെ ഓവേറിയൻ ക്യാൻസറിൻ്റെ 3rd സ്റ്റേജ്, ആകെ 5 സ്റ്റേജേ ഉള്ളൂ, അതിൽ 3rd സ്റ്റേജ് ആയിരുന്നു. എന്തായാലും ഉടനെ തന്നെ അതിന് മുമ്പ് തന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ എടുത്തിരുന്നു 1 മാസം മുമ്പ് തന്നെ, ഒരു സംശയത്തിൻ്റെ കാരണം കൊണ്ട്. എന്തായാലും ഈ ഡയഗ്നോസ് കിട്ടി നെക്സ്റ്റ് ഡേയിൽ ഞാൻ വീണ്ടും ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. നമ്മുടെ അച്ഛൻ പറയാറുള്ളത് പോലെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് അച്ഛനെപ്പോഴും പറയാറുണ്ട്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് എൻ്റെ ഭാര്യയുടെ അസുഖം തീർത്തും മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അതായത് ജൂലൈ 11 മുന്നേ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ജൂൺ 23-ാം തീയതി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവനും നോർമൽ, അബ്സൊല്യൂട്ട്ലി നോർമൽ എന്ന് പറഞ്ഞാൽ ആദ്യം സാധാരണ ഓവേറിയൻ ക്യാൻസർ ടെസ്റ്റ് ചെയ്യുമ്പം ക്യാൻസർ ആൻറ്റിജൻ 125 എന്നൊരു ടെസ്റ്റുണ്ട്, CA-125. ഇത് ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പം 401 മറ്റായിരുന്നു റീഡിങ്, 201 റീഡിങ്. രണ്ടാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പം ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുന്നേ ടെസ്റ്റ് ചെയ്യുമ്പം 170, ഉടമ്പടി എടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ 41, 35 വരെ 41, ഉടമ്പടി എടുത്ത് നാലാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നോർമൽ. അതിനുശേഷം ഇങ്ങോട്ട് 8 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് എല്ലാം 100% നോർമൽ. അവസാനം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഒരു 4 ആഴ്ച മുമ്പ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെടുമ്പം വീണ്ടും ടെസ്റ്റ് ചെയ്തു, അന്ന് ശരിക്കും എല്ലാം നോർമൽ. അപ്പോൾ മാതാവിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വൈഫിനെ എനിക്ക് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് പലപ്പോഴും പല സാധനങ്ങളും നിറച്ച വസ്തുക്കളോ പത്രമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷേ എൻ്റെ വൈഫും സിസ്റ്ററും കൂടെ അതിനിടയ്ക്ക് വന്ന് ഇവിടുന്ന് ഉപ്പും മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോയിരുന്നു. പിന്നെ തേനും നെയ്യും മറ്റും വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈഫിൻ്റെ പൊക്കിളിൻ്റെ അടുത്ത് ഈ കുരിശ് വരയ്ക്കുകയും എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും മുടങ്ങാതെ ബൈബിൾ വായനയും പിന്നെ ഉപവാസവും ദാനധർമ്മ പ്രവൃത്തികളും, പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയിലായി കഴിയുമ്പം നമുക്ക് ആശുപത്രികളൊന്നും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ഗവൺമെൻറ്റിലെ ഹോസ്പിറ്റലിലെ പെർമിഷൻ തരില്ല. അതിന് പകരം ഞാനിപ്പം പിന്നെ ഇടക്കര അടുത്ത് ഒരു അനാഥാലയത്തിന് കഴിഞ്ഞ 7 വർഷമായിട്ട്, ഇതിന് മുമ്പ് തന്നെ 7 വർഷമായിട്ട് പിന്നെ വർഷത്തിൽ 1-2 ദിവസം ഫുഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കുട്ടിയെ ഞങ്ങൾ മൂവാറ്റുപുഴ അടുത്ത് ഒരു കുട്ടിക്ക്, പാവപ്പെട്ട ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട പുസ്തകങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ കിട്ടി. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ അങ്ങേയറ്റം പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷമാണ്. ഇപ്പോൾ ഈ മാതൃക, ഈ സന്തോഷം ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വൈഫിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു 4-5 മാസം മുന്നേ ഈ മുടിയൊക്കെ കഴിഞ്ഞ് കൊഴിഞ്ഞു പോയി, ഒരുമാതിരി ഒരു പകുതിയോളം ഇത്രയും മുടിയില്ലായിരുന്നു ഒരു 4-5 മാസം മുന്നേ. അതെല്ലാം റിക്കവർ ഇപ്പം ശരിക്കും നോർമലാണ്. ഈശോയുടെ മഹത്വം വെളിപ്പെടാനുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു കാനായിലെ കല്യാണത്തിൽ ഈശോ പ്രവർത്തിച്ച ആദ്യ അത്ഭുതം. ദൈവത്തിൻ്റെ മഹത്വം ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളിലുമൊക്കെ വെളിപ്പെടുന്നതിനുള്ള ഒരു സമയമുണ്ട്. അത് നമ്മുടെ കടബാധ്യതകളാകാം, അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങളാകാം, ജോലി സംബന്ധമായ തടസ്സങ്ങളാകാം. അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികളെന്ന് നമ്മൾ തോന്നുന്ന ഓരോ അവസരങ്ങളാണ് ദൈവമഹത്വം വെളിപ്പെടാനുള്ള ദൈവിക ശക്തിയായിട്ട് മാറുന്നത്. ഇവിടെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഒവേറിയൻ സിസ്റ്റ് അത് എങ്ങനെയാണ് ബ്ലീഡിങ് ആയിരുന്നു, പിന്നീട് 3rd സ്റ്റേജ് ക്യാൻസറസ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ആ ഒരു അവസ്ഥയിൽ ഓൺലൈൻ ഉടമ്പടി, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഇതൊക്കെയാണ് USA ഈ മക്കൾ, ഈ ഹസ്ബൻഡാണ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി നാം ഇവിടെ കേട്ട് കഴിഞ്ഞു എത്ര പെർസെൻറ്റേജിലേക്കാണ് ആ ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ അബ്സല്യൂട്ട്ലി നോർമൽ
എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതിനു മുൻപ് ഇവിടെ ഇവർ വന്ന് വെഞ്ചരിച്ച ഉപ്പും തേനുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നേർച്ച വസ്തുക്കൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങി. നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ പ്രാർത്ഥന മുടക്കിയില്ല. തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട്, ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ തങ്ങളുടെ അവസ്ഥയിൽ തമ്പുരാനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്. വൈഫിന് ഇതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞില്ല, കീമോ എത്ര എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യം അവർ ഇത് ഡയഗ്നോസ് ചെയ്ത ഉടനെ അവർ പറഞ്ഞു 9 കീമോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു 9 കീമോ എടുത്തു കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു 9 കീമോ നമുക്ക് എടുത്ത് നോക്കാം. അതിൻ്റെ അവർ അന്ന് ധ്വനിച്ചത് വീണ്ടും 9 കൂടെ എടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു. ഒരു 9 എന്ന് പറയുമ്പോൾ ഒരു 3 ആഴ്ച കൂടുമ്പോഴാണ് ഓരോ കീമോ എടുക്കേണ്ടത്. അത് 2 എടുത്തപ്പോൾ തന്നെ നോർമൽ ആയിക്കഴിഞ്ഞു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും കീമോ എടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഇത് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കീമോ എടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ആ 9 കീമോ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർ വേറെ ഒരു മരുന്ന് റോമാലിപ്രോബ് എന്ന് പറഞ്ഞ മരുന്ന് എന്ന പേരുള്ളൊരു പുതിയ മരുന്ന് കൊടുത്തു. ആ മരുന്ന് നമുക്കവിടെ അവിടെ നമ്മുടെ ഡോക്ടർമാരോട് അങ്ങോട്ട് ചോദിക്കാം എന്തിനുള്ള അങ്ങോട്ട് ചോദിക്കാം. അവർ ചൂടാകില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്തിനുള്ള മരുന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് വീണ്ടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാൻസർ ശരീരത്തിൽ ഇല്ലാന്ന് തെളിയിച്ച് കഴിഞ്ഞു, പിന്നെ വീണ്ടും എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു. അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അവരത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പം അപ്ലാസ്റ്റിക് അനീമിയ എന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ബോൺ മാരോയിൽ നിന്ന് ആണ് സാറിന് നമ്മുടെ RBC ഉണ്ടാകുന്നത്. ഈ ബോൺ മാരോ ശരിക്കും പ്രവർത്തിക്കാതിരിക്കുമ്പം RBC ഉണ്ടാവുകയില്ല. ആ ഒരു കണ്ടീഷൻ പ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ്, പ്ലാസ്റ്റിക് അനീമിയ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ മരുന്ന് നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ മാതാവ് അവിടെ പ്രവർത്തിച്ചു. ആ മരുന്ന് കൊടുക്കാൻ മാതാവ് സമ്മതിച്ചില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക് അനീമിയ ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ആ മരുന്ന് കൊടുക്കുന്നില്ല, ഒരു മരുന്നും കൊടുക്കുന്നില്ല. പുള്ളി പൂർണ്ണ ആരോഗ്യവതിയാണ്. ദൈവം നൽകിയ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.